ആ ശബ്ദം എവിടെ നിന്നാണ്? ഷഹൻഷാ, നമ്മളിപ്പോൾ ഉള്ളത് അമീറിന്റെ അതിർത്തിക്കടുത്താണ്. കുറച്ച് നാടോടികൾ രാജാക്കന്മാരുടെ ഗീതങ്ങൾ പാടുകയാണ്. അവരെ വേഗം ഇവിടേക്ക് കൊണ്ടുവരൂ. അപ്പോൾ പാടിയത് നിങ്ങളാണ്? ഞങ്ങൾ നാടോടികളാണ് പ്രഭു. ഇതാണ് ഞങ്ങളുടെ തൊഴിൽ. ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് രാജാക്കന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും കഥകൾ പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക. തെറ്റാണ് പറ്റിയതെങ്കിൽ നാം ശിക്ഷയാണ് നൽകുക. നിങ്ങൾ എന്താണ് എല്ലാവർക്കും പാട്ടിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്? അത് നമ്മെയും കേൾപ്പിക്കൂ. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആഗ്രഹം പോലും നടക്കട്ടെ. ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം. പ്രഭുവിന്റെ നാമം ഉദയസൂര്യനെ പോലെ പ്രകാശിക്കും. അമീറിലെ രാജകുമാരിയെ കുറിച്ച് വർണ്ണിച്ചതിനാണ് നാം ഇന്ന് നിങ്ങൾക്ക് സമ്മാനം നൽകിയത്. പക്ഷെ ഓർമ്മിച്ചോളൂ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ അമീറിലെ ഷഹസാദിയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കൽ കൂടി ഗാനം ആലപിക്കാൻ നിങ്ങൾ ഉണ്ടാകില്ല. നാവ് മുറിച്ചുകളെ നിങ്ങളുടെ. രാജാവ് ബാർമലിന്റെ 3 പുത്രന്മാർ എത്തിയോ? ഇല്ല പ്രഭു. ഞാൻ അങ്ങയുടെ ഉത്തരവ് സുബൈദാർ ഷറഫുദ്ദീന്റെ അടുത്ത് എത്തിച്ചിരുന്നു. പക്ഷേ അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഷറഫുദ്ദീൻ ഉടൻ സന്ദേശം അയക്കുക. അയാൾ എവിടെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഉടൻ തന്നെ നമ്മുടെ മുന്നിൽ ഹാജരാകണമെന്ന്. ശരി പ്രഭു. ഇപ്പോഴും സമയമുണ്ട്. രാജാക്കന്മാരുടെ വിരോധം ഒഴിവാക്കാൻ പറ്റും. ജ്യോതിയുടെ ജീവിതവും നരകമാകുന്നതിൽ നിന്നും രക്ഷിക്കാം. എന്തുകൊണ്ട് ജ്യോതിയുടെ സ്ഥാനത്ത് ഒരു ദാസി അയച്ചുകൂടാ? നല്ല ചിന്തയാണ്. നമുക്ക് മോത്തിബായി അയച്ചാലോ? മുഗളന്മാർ എങ്ങനെ അറിയാനാണ്? രാജാവ് പറഞ്ഞ വാക്കും പാലിക്കപ്പെടും, അമീറും രക്ഷപ്പെടുന്നതാണ്. കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കാതിരിക്കൂ. ഇത് മറന്നു പോകരുത്. അന്ന് ജലാൽ വേഷം മാറി അമീറിൽ വന്നപ്പോ അയാൾ നമ്മുടെ ജ്യോതയെ നേരിട്ട് കണ്ടതാണ്. ഇനി അയാൾ ജ്യോതയെ കണ്ടാലും ഇല്ലെങ്കിലും ഇക്കാര്യം ഓർമ്മിച്ചാലോ. പിതാശ്രീ മുഗളന്മാർക്ക് വാക്ക് നൽകിയതാണ്. അതുപോലെ ജലാലിനൊപ്പം ജ്യോതിക്ക് പകരം മോത്തിബായിയുടെ വിവാഹം നടത്തുക എങ്ങനെയാണ്? ജ്യോതച്ചെറിയമ്മയ്ക്ക് പകരം മോത്തിബായിയുടെ വിവാഹമോ? ജ്യോതച്ചെറിയമ്മയ്ക്ക് പകരം മോത്തിബായിയുടെ വിവാഹം? ഇതിനെ വിധിയുടെ വിളയാട്ടമെന്നാണോ പറയേണ്ടത്, അതോ കർമ്മഫലമെന്നോ? ഇവിടെ അമീറിൽ ജ്യോഥയ്ക്ക് ജലാലുമായുള്ള തന്റെ വിവാഹത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവിടെ ആഗ്രയിൽ റുഖയ്യ ബീഗത്തിനും അതേക്കുറിച്ചൊരു അറിവും കിട്ടിയില്ല. ജലാൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ പോകുന്നുവെന്ന്. കൊള്ളാം, എത്ര നല്ല ആഭരണമാണ്. അവിടുന്ന് ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും. ഇത് ആ മാലയാണ്. അമീറിലെ രാജകുമാരി ജ്യോത മൂല്യമായി അങ്ങേക്ക് തന്നതാണ്. നമുക്കത് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? അമീറിന്റെ രാജകുമാരി എന്ന വലിയ അഹങ്കാരമായിരുന്നില്ലേ അവൾക്ക്? പാവം, ഇപ്പൊ വെറുമൊരു ദാസിയായി കഴിയുന്നുണ്ടാകും.
നാം കേട്ടു ഷറഫത്തിന്റെ മുന്നിൽ അമീർ മുട്ടുമടക്കുകയുണ്ടായെന്ന്. വേണമെങ്കിൽ ഇതുപോലൊരു മാല അവിടത്തേക്ക് ഉണ്ടാക്കിക്കാമല്ലോ. മറ്റു ബീഹങ്ങളെപ്പോലെ ആഭരണങ്ങൾ ഉണ്ടാക്കുകയും അതിടുകയും അല്ലാതെ മറ്റൊരുപാട് ജോലിയുണ്ട് എനിക്ക്. നാം ഇവിടുത്തെ വിലപിടിപ്പുള്ള റാണിയാണ്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ, അവിടുന്ന് വിലപിടിപ്പുള്ള റാണിയാണ്. അതുകൊണ്ട് തന്നെ വിലപിടിച്ച വസ്തുക്കളെല്ലാം അങ്ങേക്കുള്ളതാണ്. പിന്നെ അമൂല്യമായ വസ്തുക്കളൊക്കെ വിലപിടിപ്പുള്ള അവിടുന്ന് ഇനിയും അമൂല്യമാകുന്നതാണ്. പറഞ്ഞതൊക്കെ ശരിയാണ്. ഷെഹൻഷാ ഒന്നൊന്നായി സാമ്രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വിജയത്തിന്റെയും കാരണമാകേണ്ടത് നാം തന്നെയാകണം. ഒരു കാര്യം ചെയ്യൂ, ഇതുപോലൊരു മാല നമുക്ക് വേണ്ടി നിർമ്മിക്കൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, തികച്ചും ഇതുപോലെ തന്നെ ഉണ്ടാകണം. അങ്ങയുടെ ബലിദാനം ഒരിക്കലും പാഴാകുകയില്ല. ആരുമായാണോ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നത്, അദ്ദേഹം മുഗളന്മാർക്കെതിരായി നമ്മളെ സഹായിച്ചിരിക്കുന്നു. നമ്മുടെ 3 സഹോദരന്മാരെയും രക്ഷിച്ചു. ഇനി അദ്ദേഹം അങ്ങയുടെ അപൂർണമായ പ്രതികാരം പൂർത്തിയാക്കുന്നതാണ്. വളരെ സുന്ദരമായ മാലയാണ് ചെറിയമ്മേ. മോത്തിബായിക്കാണോ? എന്തിനാ മോത്തിബായിക്ക്? മോത്തിബായിയുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. മോത്തിയുടെ വിവാഹമോ? ഓ, മനസ്സിലായി. ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ടാകും മോത്തിയും നമ്മുടെ കൂടെ നമ്മുടെ ഭർത്തൃ വീട്ടിലേക്ക് വരുമെന്ന്. അതിന് നീ എങ്ങനെയൊരു അർത്ഥമാണോ കണ്ടെത്തിയത്? ഞാനും ഒരു വീരയോദ്ധാവ് തന്നെയാണ് ചെറിയമ്മേ. അതെയോ? നമുക്ക് തെറ്റുപറ്റി വീരനായ മാൻസിംഗ് നിന്റെ ചെറിയമ്മയോട് ക്ഷമിച്ചാലും. അല്ല, ഈ വീരയോദ്ധാവ് ഇവിടെ വന്നത് എന്തിനാണ്? വീരന്മാർ രക്ഷിക്കാനാണ് വരുന്നത്. നാം ഇവിടെ നമ്മുടെ ചെറിയമ്മയെ രക്ഷിക്കാനായാണ് വന്നത്. ശരിക്കും ജ്യേഷ്ഠനെ പോലെ തന്നെ വീരനാണ്. ഒരു ഭാഗത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ജലാലുമൊത്ത് ജോധയുടെ വിവാഹവും. ശരിക്കും അമീറിലെ പ്രജകൾ അത്രയും വികാരഭരിതരായിരുന്നു. ഒരു വീരനായ യോദ്ധാവ് തന്റെ ജീവൻ പോലും വകവയ്ക്കാതെ അക്ബറിന്റെ കൂടാരത്തിൽ കടന്നുകയറി. നിനക്കറിയാമോ നാം ആരാണെന്ന്? ഷെഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ്. അപ്പോൾ നീ ആരാണ്? ഞാനൊരു ചെറിയ ജോലിക്കാരനാണ്. തടിയിലുള്ള ജോലികൾ ചെയ്യുന്നു. ജോലിക്കാരനാണ്, പക്ഷെ ചെറിയവനല്ല. ഇത്രയെങ്കിലും അറിയാമായിരിക്കും ഷെഹൻഷാ വരുന്നതിന് മുമ്പായി ജോലികളെല്ലാം തീർക്കണമെന്ന്. നിന്റെ ആയുധം അവിടെയില്ല, ഇവിടെയാണ്. ഒരു ചെറിയ മനുഷ്യന് നേരെ ഇത്ര അധികം വാളുകളോ? അപ്പോൾ പറയ, ആരാണ് നീ? എന്തുദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? രജപുത്രനാണ്. നമ്മുടെ രാജകുമാരിയുടെ വിവാഹം ഒരു മുഗളനുമായി നടക്കുന്നത് കണ്ടു നിൽക്കാനാകില്ല. അതുകൊണ്ട് അങ്ങയെ കൊല്ലുന്നതിന് വേണ്ടി വന്നതാണ് ഞാൻ. നിൽക്കൂ! നിന്റെ ഉദ്ദേശം പൂർത്തിയാക്കൂ. നമ്മെ കൊന്നുകളഞ്ഞേക്കൂ. നാം കേട്ടിട്ടുള്ളത് നിങ്ങൾ രജപുത്രർ വീരന്മാരാണെന്നാണ്. ഒരിക്കലും ഒളിവിൽ യുദ്ധം ചെയ്യില്ലെന്ന്. ഒളിച്ചു വന്നത് അങ്ങാണ്, നമ്മുടെ ആമീറിൽ. അപ്പോൾ നിനക്കറിയാം നാം അവിടെയും വന്നിരുന്നുവെന്ന്. അതെ, പക്ഷെ ഇതറിയുമായിരുന്നില്ല. ആമീറിന്റെ മണ്ണിൽ കാലുകുത്തിയത് മുഗൾ ബാദുഷ ജലാലുദ്ദീനാണെന്ന.
അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവിടെയും ഒന്നും ചെയ്യാനായില്ല, ഇവിടെയും പിടിക്കപ്പെട്ടു. ഇനി നിന്റെ അവസ്ഥ എന്താണ്? ജീവനോട് തിരികെ പോകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. കൊന്നുകളയൂ എന്നെ, കൊന്നുകളയൂ. ഇത്തരത്തിൽ നിങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞാൽ ജ്യോതയുമായുള്ള നിക്കാഹിന്റെ സമയത്ത് അവളുടെ ബന്ധുക്കളായി പിന്നെ അമീറിൽ ആരുണ്ടാകും? മോചിപ്പിക്കൂ ഇയാളെ. നമ്മുടെ ഭാവി മാധുരനായ രാജാവ് ബാർമലിനോട് ഇത് അറിയിക്കുക. നാം എത്രയും വേഗം സാമ്പറിലെത്തും അദ്ദേഹത്തിന്റെ മകളെ നിക്കാഹ് കഴിക്കാനായെന്ന്. ഷഹൻഷായ്ക്ക് ഇവിടേക്ക് സ്വാഗതം. അങ്ങ് നമ്മെ കാണണമെന്ന് കരുതിയോ ഷഹൻഷാ? എന്താ നീ രാജാവ് ബാർമലിന്റെ 3 മക്കളെ സ്വതന്ത്രരാക്കിയോ? ഇതുവരെ ഇല്ല പ്രഭു. അതായത് നാം വിചാരിച്ചു. നീ ഇതുവരെ നമ്മുടെ ഉത്തരവ് പാലിച്ചില്ലേ? നിനക്ക് നന്നായി അറിയാം നാം രാജാവ് ബാർമലിന് വാക്ക് കൊടുത്തതാണെന്ന്. എന്താ നിന്റെ ചിന്തയ്ക്ക് നമ്മുടെ വാക്കിനേക്കാൾ വിലയുണ്ടെന്നാണോ? എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എത്രയും വേഗം നമ്മുടെ ഉത്തരവ് പാലിക്കുക. ആ 3 രാജകുമാരന്മാരെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരേണ്ടതാണ്. ക്ഷമ ചോദിക്കുകയാണ് പ്രഭു, അങ്ങയുടെ ഉത്തരവ് പാലിക്കാൻ വൈകിയതിൽ. ശ്രദ്ധിച്ചാലും റാണി, ഭാൻപൂരിലെ മഹാറാണി അതായത് സൂര്യഭാന്റെ അമ്മ വന്നിരിക്കുന്നു. സൂര്യഭാന്റെ അമ്മയോ ഇവിടെ? നമസ്കാരം മഹാറാണി. ഈ തെണ്ടികൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതിനിടയിൽ വച്ച് നിങ്ങളുടെ കഴുത്തുകൾ ഞെരിക്കുകയാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾ മരണപ്പെടും. നമുക്ക് മനസ്സിലായില്ല. ബാർമലിനെ എതിർക്കാൻ വന്ന രാജകുമാരൻ, അവർക്കൊന്നും അതിന് അധികാരമില്ല. അമീർ രാജാവിനെതിരെ വിരൽ ചൂണ്ടുവാൻ, അദ്ദേഹത്തെ തെറ്റ് ശരിയും പഠിപ്പിക്കാൻ. എന്നാൽ നമുക്കുണ്ട്. കാരണം നമുക്ക് അമീറിന് വേണ്ടി നഷ്ടമായത് നമ്മുടെ മകനെയാണ്, നമ്മുടെ സൂര്യഭാനെ. അറിയോ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മകന്റെ ഛേദിക്കപ്പെട്ട ശിരസ് കൊണ്ടുവന്നുവോ, അപ്പോൾ നാം കരഞ്ഞില്ല. പകരം നമ്മുടെ ശിരസ് അഭിമാനത്തിൽ ഉയർന്നു തന്നെ ഇരുന്നു. നമുക്ക് അഭിമാനമുണ്ട്, നാം അങ്ങനെ ഒരു ധീരനായ മകന് ജന്മം നൽകി, നാം തന്നെ. എന്നാൽ നിങ്ങൾ എന്ത് മഹാറാണിയാണ് സ്വന്തം മകളെ മുഗളന്മാരുടെ ഗ്രഹത്തിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചോ? എത്രമാത്രം നമ്മെ അപമാനിച്ചു, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അമീറിനെ ആക്രമിച്ചത് നാമാണ്, അധികാരം പിടിച്ചടക്കിയത് നാം. ആ 3 സഹോദരന്മാരെയും തടവിലാക്കി. കാരണം ബാർമൽ ജലാലിനെതിരെ നിൽക്കാതിരിക്കാനായി. ഇത്രയൊക്കെ ചെയ്തതിന് ഇതാണോ നമുക്ക് കിട്ടേണ്ട ഫലം? അസ്സലാമു അലൈക്കും. പക്ഷിബാനു അവിടുന്ന് ഇവിടെ? അതെ, വിവാഹത്തിനായി മഹാമംഗ അജ്മീറിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരെയും കൊണ്ടുവന്നു. പ്രഭുവിന്റെ വേദന മാറ്റണം, അതുകൊണ്ട് അല്പം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവരൂ. വളരെ നല്ലത്. ഇക്ക വേദനിപ്പിക്കുന്നു, എന്നിട്ട് അനുജത്തി അതിൽ ഉപ്പ് വിതറി ശമിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇക്ക എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞിരുന്നോ? പറയുകയല്ല, നമ്മെ അപമാനിക്കുകയാണ് ചെയ്തത്, അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച്. നിന്റെ ഇക്ക ഇതുപോലും മറന്നുപോയി. സുബൈദാർ എന്നതിലുപരി അനുജത്തിയുടെ വരാൻ പോകുന്ന ഭർത്താവാണെന്ന കാര്യം പോലും. ഇതുവരെ ബന്ധുവായിട്ട് പോലുമില്ല, എന്നിട്ടും അവർക്ക് വേണ്ടി എന്നെ അപമാനിക്കുകയാണ്. ഞാൻ അടുത്ത ബന്ധുവായിരുന്നിട്ടും. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. മതി, ഇതിന്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീയുടെ സഹായം സ്വീകരിക്കുക. ഒരു സ്ത്രീലംഘനല്ല ഷറഫുദ്ദീൻ. അസ്സലാമു അലൈക്കും സുബൈദാർ. അത് ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ജ്യോതിയുടെ 3 ജ്യേഷ്ഠന്മാരെയും തിരികെ കൊണ്ടുപോവുകയാണോ? പക്ഷെ ആ 3 സഹോദരന്മാർക്കും അറിവുണ്ടോ അവരുടെ പ്രിയപ്പെട്ട അനുജത്തി ഷഹൻഷായെ നിക്കാഹ് കഴിക്കാൻ പോവുകയാണെന്ന്? അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അത് ഇവളുടെ ഇക്കയോട് തന്നെ ചോദിക്ക്. അദ്ദേഹത്തിനല്ലാതെ സ്വന്തം വംശത്തെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റാർക്കും ആകില്ലല്ലോ. സുബൈദാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എഴുന്നേൽക്കും മീനാവതി.
ഞാനാ പറയുന്നത് എഴുന്നേൽക്കും മേനാവതി, എഴുന്നേൽക്കാൻ, എഴുന്നേൽക്കാനാ പറഞ്ഞത്. അതിഥികൾ വന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ മകളുടെ വിവാഹമാണെന്ന് ഓർക്കണം. അമ്മ ഇതിനെ വിവാഹം എന്നാണോ പറയുന്നത്? എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? നാം ഈ വിവാഹത്തിന് മംഗളഗീതങ്ങൾ പാടണോ, മധുരം വിളമ്പണോ, നൃത്തം ചെയ്യണോ? ഇല്ല അമ്മ, ഇല്ല. നമ്മെ കൊണ്ടത് സാധിക്കില്ല. ഈ വിവാഹത്തിൽ സന്തോഷിക്കല്ല വേണ്ടത്, ദുഃഖാചരിക്കുകയാണ് വേണ്ടത്. ദുഃഖാചരിക്കുകയാണ് വേണ്ടത്. അമ്മയ്ക്കറിയാമോ, ആ രാജാക്കന്മാരെല്ലാം നമുക്ക് ആശംസകൾ നേരാനല്ല വന്നത്, നമ്മെ പരിഹസിക്കാനാണ് വന്നത്. നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. നാം നമ്മുടെ മകളുടെ വിവാഹമല്ല നടത്തുന്നത്, അവളെ ബലി കൊടുക്കുകയാണെന്ന്. ആദ്യമായി ശിരസ് ഛേദിക്കാൻ ധൈര്യമുള്ള വീരന്മാർ ശത്രുക്കളുടെ മുന്നിൽ സ്വന്തം ശിരസ് കുനിച്ചു. ഇല്ല മേനാവതി, ആരാ പറഞ്ഞത് ഇന്ന് നിന്റെ ശിരസ് താഴ്ന്നിരിക്കുകയാണെന്ന്? നിന്റെ ശിരസ് ഇന്ന് അഭിമാനം കൊണ്ട് ഉയരുകയാണ് വേണ്ടത് മേനാവതി. അമീറിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി നമ്മുടെ മകൻ എടുത്ത തീരുമാനം എന്തായാലും അത് ശരി തന്നെയാണ്. അതെ. എങ്ങനെയാണ് അമ്മേ? ജലാൽ നമ്മുടെ ശത്രുവാണ്. ജലാൽ നമ്മുടെ ശത്രുവായിരുന്നു. അമീറിനെ സ്വന്തമാക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മേനാവതി, നമ്മുടെ ചുറ്റുമുള്ള രാജാക്കന്മാരെ നോക്കൂ. എല്ലാവരുടെയും കണ്ണുകളിൽ അമീറിനെ അധീനതയിലാക്കുക എന്ന സ്വപ്നമുണ്ടായിരുന്നു. ജലാലിനെ നമ്മൾ ക്രൂരനായി കരുതി. അഥവാ ജലാൽ ക്രൂരനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധുത്വം ഉണ്ടാക്കുന്ന വഴി സ്വീകരിക്കില്ലായിരുന്നു. എല്ലാവരോടും അറിയിച്ച് വിവാഹ തീയതി തീരുമാനിക്കില്ലായിരുന്നു അയാൾ. പകരം നമ്മുടെ മക്കളുടെ ഛേദിച്ച ശിരസ് തന്നയക്കുമായിരുന്നു. ഇത് സത്യമാണ്. ജോധ ഒരു ശത്രുവിന്റെ ഗൃഹത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ മേനാവതി, ഇത് സത്യമാണ്. നമ്മുടെ ജോധ ഷെഹൻഷായുടെ റാണിയാകാനാണ് പോകുന്നത്.